പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എല്ലാ എന്റർപ്രണേഴ്സും പറയുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഇപ്പോൾ നിങ്ങളെല്ലാവരും കാണുന്നവരായിരിക്കും. എല്ലാ എന്റർപ്രണേഴ്സിൻ്റെ അടുത്തും വെറുതെ ഇരിക്കാൻ പറയും. എന്നിട്ട് നമ്മളില്ലാണ്ട് നമ്മളെ ബിസിനസ് റണ്ണാവണം, നമ്മളില്ലാണ്ട് നമ്മൾ ബിസിനസ് റണ്ണാവണം എന്നുള്ളത് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. ഇപ്പം ഞാനിപ്പോൾ 2 ദിവസം മുന്നേ എൻ്റെ കസിനെ എൻ്റെ ഷോപ്പിൽ പോയിട്ട് ഡ്രസ്സ് കടയാണ്. അപ്പോൾ പുള്ളിയുടെ ഡ്രസ്സ് കടയിൽ പോയിട്ട് ഞാൻ എപ്പോഴും ഇവനെ ഉപദേശിക്കും. രാത്രി 10 മണി 11 മണി ആയി കഴിഞ്ഞാൽ അവിടെ പോയിരുന്ന് ഉപദേശിക്കും. നീ ഇങ്ങനെ കണക്ക് നോക്കരുത്, നീ ഇൻഡിവിജ്വലായിട്ട് സ്റ്റാഫിനെ വെച്ചിട്ട് വളരണം എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ പറയും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു സംഗതി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 ടെൻഷനാണ് ഒരു എന്റർപ്രണറിന് ഉണ്ടാവുക. ബിസിനസ് സക്സസ് ആവണ വരെ എങ്ങനെ ഇത് സക്സസ് ആക്കി എടുക്കുക എന്നുള്ളൊരു ടെൻഷൻ. വൺസ് ഇത് സക്സസ് ആയി കഴിഞ്ഞാൽ എനിക്ക് പണിയൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് വെറുതെ ഇരിക്കണം, എനിക്ക് ഫ്രീ ടൈം കിട്ടുന്നില്ല, എനിക്ക് യൂറോപ്പ് ട്രിപ്പ് വേണം, എനിക്ക് കറങ്ങണം, ഞാനില്ലാണ്ട് എങ്ങനെ എൻ്റെ കമ്പനി റണ്ണാവണം എന്നുള്ളതിനെ കുറിച്ചിട്ടാവും ടെൻഷൻ. സോ നിങ്ങൾ ഇതിനെ കുറിച്ചിട്ടൊന്നും ടെൻഷൻ ആവണ്ട. നിങ്ങൾക്ക് എക്സ്പാൻഷൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ ഡെലഗേറ്റ് ചെയ്ത് പോവുക. എനിക്കത് താല്പര്യം ഉണ്ടായിരുന്നു, ഞാൻ അങ്ങനെ ചെയ്തു. അതല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കൊച്ചു ലോകത്ത് നിങ്ങളുടെ ഒരു ചെറിയൊരു ബിസിനസ്സുമായിട്ട് നിങ്ങൾക്ക് സന്തോഷത്തിൽ ജീവിച്ചു പോകാനാണ് താല്പര്യമെങ്കിൽ ഈ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും കാണുന്നതൊന്നും കാണാൻ നിൽക്കരുത്. അവന്മാർക്കൊന്നും ഒരു എക്സ്പീരിയൻസും ഇല്ല. നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് ആയിട്ട് മുന്നോട്ട് പോവുക.